എന്താണ് ശരിക്കും മനസ്സിലായി വീണ്ടും ഒരു കലോത്സവത്തിനായിട്ട് തൃശ്ശൂരിലോട്ട് വരുമ്പോൾ? 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കലോത്സവത്തിന് തൃശ്ശൂരെത്തിയാണ്. അപ്പം തൃശ്ശൂർ എന്ന് പറയുന്നത് സാംസ്കാരിക തലസ്ഥാനം എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല തൃശ്ശൂർ എന്ന് വെച്ചാൽ പൊതുവിലൊരു കലയുടെ ഒരു കേന്ദ്രം തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തൃശ്ശൂരിനോട് പ്രത്യേക ആഭിമുഖ്യം കൂടുതലും വല്ലതും ഉണ്ടോ? അത് എല്ലായിടും ഒരുപോലെയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? കലോത്സവം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കലോത്സവം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് കാണാറുള്ളത്. തൃശ്ശൂർ പക്ഷേ സാംസ്കാരിക തനിമയുണ്ടെന്ന് മാത്രം. അതെ, അതുകൊണ്ട് തന്നെ കലകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വലിയൊരു നല്ലൊരു ഭൂമികയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തോട്ട് വരുന്നപ്പോൾ ഇവിടെ ഉള്ളവരായിരിക്കില്ല എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എങ്കിൽ പോലും തൃശ്ശൂരിനൊരു കലാ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പരിപാടികളും മത്സരങ്ങളും എല്ലാം കുറച്ചും കൂടെ ഗംഭീരമായിരിക്കും. അതുപോലെ തന്നെ സദ്യവട്ടങ്ങളും മറ്റു ചടങ്ങുകളും ഒക്കെ ഗംഭീരമായിരിക്കും പ്രതീക്ഷിക്കാം അല്ലേ? പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള പ്രത്യേക എക്സ്ട്രാ അങ്ങനെയുള്ള സംഗതികൾ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചില സംഗതികളൊക്കെ വരാം അല്ലേ? ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം. പരമാവധി വൃത്തിയായിട്ട് പരമാവധി നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇപ്പം ഏതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റം രാവിലെ മൂത്ര നേരമാണ് ഒരു ദിവസം വരുന്നത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7 തൊട്ട് 9 വരെ, ലഞ്ച് 12 തൊട്ട് 2 വരെ, ഈവനിങ് ടീ സ്നാക്സ് 4 തൊട്ട് 5 വരെ, ഡിന്നർ 7 തൊട്ട് 9 വരെ, രാത്രി 7 തൊട്ട് 9 വരെ അല്ല 7 തൊട്ട് തീരുന്ന വരെ. ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ കുട്ടികൾ. അപ്പോൾ ഏകദേശം ഒരു ദിവസം എത്ര പേര് ഫുഡ് കഴിക്കുന്ന ഏകദേശം ഒരു ദിവസം 60,000 ആൾക്കാർ 4 നേരത്തെ ഒന്ന് കഴിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതായത് കുട്ടികളും അധ്യാപകരും മീഡിയ പേഴ്സൺസും അങ്ങനെ എല്ലാം ചേർന്നിട്ട് അത്രയും വരും. അത്രയും പേർക്കുള്ളതാണ് നമ്മുടെ ഈ പാചകപ്പുര ദിവസം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഈ വർഷത്തെ നമ്മുടെ 2026 കലോത്സവത്തിൻ്റെ പാചകങ്ങളൊക്കെ അത് ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.